ഹലോ ഗൈസ്, ഇത് ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ എന്നൊക്കെ പറയും. ഇത് സ്റ്റാർ എന്നല്ല പറയുക ശരിക്ക്. ഇത് 3D സ്നോ ഫ്ലൈസ് എന്നാണ് പറയുക ഇതിന്. അപ്പോൾ ഇത് മറ്റേ 3D പോലെ നമ്മൾ കാണില്ലേ, നല്ല ഇങ്ങനെ അലകലക പോലെ, അത് അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇതിന് സ്റ്റാർ എന്നല്ല പറയുക. പക്ഷെ കുട്ടികൾക്ക് ഇത് ഒരു കാണുമ്പോൾ ഒരു കൗതുകം തോന്നാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ആൾക്കാർ. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ മൊത്തം ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കാണ്. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്രിസ്മസിന് സ്റ്റാർ മേടിക്കുക ചെയ്തത്. ഈ സ്റ്റാറൊക്കെ നമ്മൾ സ്റ്റിക്കറാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, മോളുണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാതും ഒരു 10 സ്റ്റാറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ മോളുണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. അത് കാണുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ മോളാണ് ഉണ്ടാക്കിയത്. അവൾ ഞെട്ടിപ്പോയി, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ കാണുമ്പോൾ അവൾക്ക് തന്നെ തോന്നുക, അയ്യോ ഞാൻ ഉണ്ടാക്കി ഇത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്ന് എനിക്ക് തോന്നുക. അപ്പോൾ ഇത് നമ്മൾ വലുതുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ആ ഡിസൈനാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ടില്ല, ഇതിന് കുറച്ച് പണിയുണ്ട്. ഇത് 20ഓളം ഷീറ്റ് നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ അത് നമ്മൾ സാധനം കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തൊക്കെ നമുക്ക് വേണ്ടെടുക്കും വലുതുണ്ടാക്കുമ്പോൾ. പക്ഷേ ചെറുതുണ്ടാക്കുമ്പോൾ വളരെ ഈസിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവർ തന്നെ ഉണ്ടാക്കണ കാണുമ്പോൾ അവർക്ക് തന്നെ വളരെ ഹാപ്പി ആയിട്ട് തോന്നുക. ഇത് ഓരോ കുട്ടികളും അവരവരുടെ വീട്ടിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാണ്ടേ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ചെയ്ത് നോക്കിയാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അവരുടേതായ കഴിവ് ഇപ്പോഴാണ് അവർ തെളിയിക്കേണ്ടത്. വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഏത് നേരം കുത്തിരിക്കാണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ തന്നെ കഴിവ് അവർ കാണുമ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണോ എന്ന് അവർക്ക് തന്നെ തോന്നും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ പേപ്പറുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടെ. അവർക്ക് തന്നെ എല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് തേങ്ങ ചെയ്യുമ്പോൾ പ്രാന്താവും. ഇത് ഏത് നേരം കുത്തിരുന്ന് കഴുത്തിൻ്റെ പണി തരില്ലോന്ന്. അപ്പോൾ നമ്മൾ അവർക്ക് കൂടി ചേർന്ന് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അവർക്കും കൂടി ഒരു ഹെൽപ്പാകുമ്പോൾ അവർക്ക് സന്തോഷമില്ലാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ പശയൊക്കെ ഒട്ടിച്ചു. അവളാണ് കട്ട് ചെയ്ത് തന്നത്. ഞാൻ കട്ട് ചെയ്യും, പക്ഷേ അവിടെ ഇവിടെയൊക്കെ തുമ്പൊക്കെ പോകുമ്പോൾ ഞാൻ സാരമില്ല പറയും. പക്ഷേ വർക്ക് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ മോള് ഭയങ്കര നീറ്റാട്ടോ ഈ കാര്യങ്ങൾക്ക്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഇത് മാത്രമല്ല എല്ലാ ഡിസൈനും അവൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, സ്റ്റാർട്ടിങ് ഉണ്ടാക്കിയത് അവൾ പക്ഷെ അവൾ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഉണ്ടാക്കി, അവൾ എന്നെ കാണുമ്പോൾ പറയും ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണോ, ഞെട്ടിപ്പോയി. അപ്പം ഞാൻ എന്തേലും ആവട്ടെ, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ദിവസം വെക്കേഷൻ കിട്ടിയിട്ട് ഇവറ്റങ്ങൾ മൊബൈൽ തന്നെ നോക്കിയിരിക്കണേ. എനിക്ക് നമ്മളെന്തോരം പറയും, എന്തോരം ചീത്ത പറയും. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടുമ്പോൾ അവരത് നീറ്റാക്കി ചെയ്യണം കേട്ടോ. പിള്ളേർ ഇപ്പോൾ അവർ കടത്ത പോലെ ചെയ്യുന്നതല്ല. നമ്മൾ ഒരെണ്ണം ചെയ്തപ്പോൾ വെച്ചാൽ മതി, 2എണ്ണം മതി എന്ന് തോന്നുന്നു. പിന്നെ 3എണ്ണം ചെയ്തപ്പോൾ ഓരോ കൂടി ആക്കാല്ലേ. പിന്നെ ഇപ്പോൾ 10 സ്റ്റാർ